Dear students, this video I would like to share with you the topic I would like to discuss with you the topic public revenue. We know public revenue is it's a source of public expenditure. The last video which I have shared with you was about public expenditure. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ മെയിൻ ആയിട്ടും ഗവൺമെന്റ് റവന്യൂവിനെ ബേസ്ഡാണ്. ഇപ്പൊ റവന്യൂ എന്ന് പറയുന്നത് പല സോഴ്സിൽ നിന്നും ഗവൺമെന്റിന് റവന്യൂ കിട്ടും. ടാക്സ് ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് ഉണ്ട്. അതെല്ലാം നമ്മൾ പിന്നീട് കാണുന്നതാണ്. ഓക്കെ, അപ്പം റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട കുറെ കൺസെപ്റ്റുകൾ നമുക്ക് ആദ്യം നോക്കാം. എന്താണ് റവന്യൂ എന്ന് നമുക്ക് ആദ്യം നോക്കാം. Revenue can be defined as the income of the government through all sources like taxes, borrowings, fees, and donations, etc. അപ്പം എല്ലാ സോഴ്സസിൽ നിന്നും ഗവൺമെന്റിന് കിട്ടുന്ന ഇൻകത്തെയാണ് ഗവൺമെന്റിന്റെ വരുമാനം എന്ന് പറയുന്നത്. ടാക്സ് ആവാം, കടം വാങ്ങുന്ന ബോറോയിങ്സ് ആവാം, ഫീസ് ആവാം, ഡൊണേഷൻസ് ആവാം, എന്തും ആവാം. Professor Dalton, the person, he's one of the leading fiscal economists, and according to him, revenue is of two sense, broad sense and narrow sense. He defined in two sense, broad sense and in narrow sense. And in broad sense, broader sense, it includes all the income and receipts, respective of their sources and nature, the government happened to be to obtain during a period of time. ഒരു നിശ്ചിത കാലഘട്ടത്തിൽ ഗവൺമെന്റിന് എല്ലാ സോഴ്സസിൽ നിന്നും കിട്ടുന്ന ഇൻകം, എല്ലാ ഇൻകവും ഗവൺമെന്റിന് കിട്ടുന്ന മൊത്തം ഇൻകത്തെയാണ് ഗവൺമെന്റ് റവന്യൂ എന്ന് പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സ് ഓഫ് ഇൻകം, ഒരുപാട് സോഴ്സും എല്ലാ സോഴ്സിൽ നിന്നും ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തെയാണ് ഒരു നിശ്ചിത ടൈം പീരീഡ്, നോർമലി 1 year ടൈമാണ് നമ്മൾ പറയുന്നത് കാൽക്കുലേഷനായിട്ട്. അപ്പം ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം, ദാറ്റ് ഈസ് ബ്രോഡ് ഇൻ എ ബ്രോഡർ സെൻസ് Dalton defined the public revenue. And in narrow sense, it includes only those sources of the income of the government which are described as revenue sources. നാരോ സെൻസിൽ റവന്യൂ എന്ന് പറയുമ്പോൾ റവന്യൂ സോഴ്സ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ സോഴ്സിൽ നിന്ന് മാത്രമുള്ള ഇൻകത്തെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റിന്റെ റവന്യൂ സോഴ്സ് ടാക്സ്, നോൺ ടാക്സ് റവന്യൂ സോഴ്സ്, അതുകൂടാതെ മറ്റ് ചില ഇതിൽ നിന്നൊക്കെ ഗവൺമെന്റ് വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോൺട്രിബ്യൂഷൻ ബൈ ദ സിറ്റിസൺ ഓഫ് ദ പീപ്പിൾ. ഇതിപ്പോ നമുക്കൊക്കെ അറിയാം, നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് എന്താ പറയുക, ഡിസാസ്റ്റർ അല്ലെങ്കിൽ റിലീഫ് ഫണ്ട് ഉണ്ട്. അതേപോലെ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അതിന്റെ ഫണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ റവന്യൂ സോഴ്സസ്. അപ്പൊ അതൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. അപ്പൊ അങ്ങനെ റവന്യൂ സോഴ്സസിൽ നിന്ന് മാത്രമുള്ള വരുമാനമാണ് റവന്യൂ, ഈ പബ്ലിക് റവന്യൂ എന്നാണ് നാരോ സെൻസ്. എല്ലാ സോഴ്സിൽ നിന്നും ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനമാണ് ബ്രോഡർ സെൻസിൽ പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. Now, the sources of revenue can be classified into two. Basically, it can be classified into two: tax and non-tax. ആദ്യം നമുക്ക് ടാക്സ് ഉണ്ട്. ടാക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ടാക്സ്? അതിന്റെ നേച്ചർ എന്താണ്? ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ സിറ്റിസൺസ് ഓഫ് കൺട്രി. നിർബന്ധമായിട്ടും കൊടുക്കേണ്ട, ഗവൺമെന്റിന് കൊടുക്കേണ്ട തുകയാണ് ടാക്സ് എന്ന് പറയുന്നത്. ഫോർ വിച്ച് ദർ ഈസ് നോ ഡയറക്റ്റ് റിട്ടേൺ. അതിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിന് യാതൊരു റിട്ടേൺ കിട്ടുന്നില്ല. നമ്മൾ കൊടുത്ത് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള അത്രയും എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗവൺമെന്റ് പല സ്കീമുകളിൽ കുറെയൊക്കെ നമുക്ക് വരും. ചിലർക്ക് കൂടുതൽ കിട്ടും, ചിലർക്ക് കുറച്ച് കിട്ടും. ഓക്കെ, ബേസ്ഡ് ഓൺ ദി ഗവൺമെന്റ് പോളിസി. അപ്പം അക്കോർഡിംഗ് ടു പ്രൊഫസർ ടൈലർ, taxes are compulsory payments to the government without the exemption
of without the expectation of direct return, അല്ലെങ്കിൽ quid pro quo എന്ന് പറയും, direct return എന്ന് പറയും. അപ്പം without the expectation of direct return or benefit to the taxpayer, യാതൊരു റിട്ടേണും പ്രതീക്ഷിക്കാതെ ഗവൺമെന്റിന് കൊടുക്കേണ്ട, നിർബന്ധിതമായിട്ടും കൊടുക്കേണ്ട തുകയാണ് നമ്മൾ റവന്യൂ ടാക്സ്. ഇനി പ്രൊഫസർ ബാസ്റ്റബിൾ ഡിഫൈൻ ടാക്സ് as a compulsory contribution of the wealth of a person for the service of the public power. ഗവൺമെന്റ് തരുന്ന സേവനങ്ങൾക്ക് ഗവൺമെന്റിന് കൊടുക്കുന്ന പ്രതിഫലം, അതാണ് ഗവൺമെന്റിന്റെ റവന്യൂ എന്ന് പറയുന്നത്. ഇനി according to Professor Seligman, tax is a compulsory contribution from the persons to the government to defray the expenses incurred in the common interest of all without reference to special benefit conferred. അപ്പം ഗവൺമെന്റ് നമുക്ക് തരുന്ന ഈ പറയുന്ന ഗവൺമെന്റിന് കൊടുക്കേണ്ട ഒരു കമ്പൽസറി കോൺട്രിബ്യൂഷൻ ആണ് ടാക്സ്. അത് സാധാരണയായിട്ട് അത് കോമൺ ഇൻട്രസ്റ്റ്, വ്യക്തികളുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയല്ല അത് സ്പെൻഡ് ചെയ്യുന്നത്, ഗവൺമെന്റ് അത് പണം ഉപയോഗിക്കും. അപ്പം ദീസ് ആർ ദി സം ഓഫ് ദ ഡെഫിനിഷൻസ് ഓഫ് ദ ടാക്സ്. അപ്പൊ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ ഗവൺമെന്റ്, മെയ്ഡ് ബൈ ദ പീപ്പിൾ ടു ദ ഗവൺമെന്റ്. Then the basic characteristics of our tax, അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള നേച്ചർ. ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ ടു ദ സ്റ്റേറ്റ്. ഡെഫിനിഷൻ തന്നെ നിർബന്ധമായിട്ട് കൊടുക്കണം. No one can be exempted. And personal obligation to pay tax. ഓരോരുത്തരുടെയും പേഴ്സണൽ ഡ്യൂട്ടിയാണ്, അല്ലെ ഒബ്ലിഗേഷൻ ആണ്, കടമയാണ് ഇത് ടാക്സ് കൊടുക്കുക എന്നുള്ളത്. And it is common interest. Government taxes for the common interest, not for any specific person's interest. Okay. There is no direct relationship of benefits and tax payments. എന്ന് വെച്ചാൽ ടാക്സും കൊടുത്തെന്ന് വെച്ച് നമുക്ക് അത് മുഴുവൻ റിട്ടേൺ അല്ലെ ബെനിഫിറ്റ് ആയിട്ട് തിരിച്ചു തരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദർ ഇസ് നോ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഇപ്പൊ ചിലർക്ക് ടാക്സ് കൊടുക്കുമ്പോൾ കൊടുത്തതിൽ കൂടുതൽ തിരിച്ചു കിട്ടും, ചിലർക്ക് കൊടുത്തേ അത്രയും കിട്ടിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ അതാണ് മറ്റൊരു നേച്ചർ. It involves a sacrifice. All tax is having some sort of sacrifice. നമ്മുടെ കൈവശം നമുക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് ഗവൺമെന്റിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സാക്രിഫൈസ് ഉണ്ട്. നമ്മൾക്ക് ആ പണം ഉപയോഗിച്ച് നമുക്ക് കുറെ കമ്മോഡിറ്റീസ് വാങ്ങി നമുക്ക് കൺസ്യൂം ചെയ്യാമായിരുന്നു. പക്ഷെ വി ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. വി ആർ ഗിവിംഗ് ദാറ്റ് എമൗണ്ട് ടു ഗവൺമെന്റ്. ആൻഡ് ഡ്യൂ ടു ദിസ് വി ഹാവ് ടു lose some of our satisfaction or utility. About a sacrifice. Okay, then taxes paid out of income of the taxpayer. Of course, ജനങ്ങളുടെ കൈവശമുള്ള ഇൻകത്തിൽ നിന്നാണ് എല്ലാവരും ടാക്സ് പേ ചെയ്യുന്നത്. Okay, so these are the some of the characteristics or basic features of tax. Now let's see some of the non-tax revenue sources. ഒന്നാമത്തത് നോൺ ടാക്സ് റവന്യൂ സോഴ്സ് വരുന്നത് കൊമേഴ്സ്യൽ റവന്യൂ. എന്തായിരിക്കും കൊമേഴ്സ്യൽ റവന്യൂ? കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപാരം അല്ലെങ്കിൽ ട്രേഡ്, അങ്ങനെ അതുമായിട്ട് ബന്ധം. അപ്പൊ കൊമേഴ്സ്യൽ റവന്യൂ എന്ന് പറയുമ്പോൾ റവന്യൂ ഏൺഡ് ബൈ ഓർ റിസീവ്ഡ് ബൈ ദ ഗവൺമെന്റ് ഫ്രം വേരിയസ് കൊമേഴ്സ്യൽ എന്റർപ്രൈസസ്. പലതരത്തിലുള്ള കൊമേഴ്സ്യൽ എന്റർപ്രൈസസിൽ നിന്നും ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തെയാണ് കൊമേഴ്സ്യൽ റവന്യൂ എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ എന്റർപ്രൈസ് ഗവൺമെന്റ് ഒരു കമ്പനി, ഒരു ഇപ്പൊ നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് കമ്പനികളുടെ ഓണർഷിപ്പ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഈസ് ഗെറ്റിംഗ് പ്രോഫിറ്റ് ഫ്രം RBI, റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടുന്നു. സെൻട്രൽ ബാങ്ക് ഈസ് ഗെറ്റിംഗ് പ്രോഫിറ്റ് ഫ്രം വേരിയസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, പബ്ലിക് സെക്ടർ കമ്പനീസ്. അപ്പൊ അതൊക്കെ പല കൊമേഴ്സ്യൽ അണ്ടർടേക്കിംഗ് റവന്യൂ ആണ് ഗവൺമെന്റിന് കിട്ടുന്നത്. അപ്പൊ അതേപോലെ ഗവൺമെന്റ് ഈസ് ഓൾസോ ഡൂയിങ് വേരിയസ് ബിസിനസ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരുപാട് ബിസിനസ് ഗവൺമെന്റ് സപ്ലൈക്ക് ഒന്നും അവരൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ദേ ജസ്റ്റ് ആൻ ഇന്റർമീഡിയറ്റ്. ദേ കളക്ട് ദ കമ്മോഡിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ടു പീപ്പിൾ. അപ്പൊ അവർക്ക് അതിലൂടെ അവർക്കും റവന്യൂ കിട്ടും. അപ്പൊ അങ്ങനെ ഒരുപാട് അതിലൂടെയൊക്കെ കിട്ടുന്ന വരുമാനം, ഇങ്ങനെ കൊമേഴ്സ്യൽ എന്റർപ്രൈസസിലൂടെ ഗവൺമെന്റ് കിട്ടുന്ന വരുമാനം. Then administrative revenue. Administrative revenue means it includes various kinds of revenue sources. ഒന്നാമത്തെ ഫീസ്. പലതരത്തിലുള്ള ഫീസ് നമ്മൾ കൊടുക്കാം. ഇപ്പൊ നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു വരുമാന സർട്ടിഫിക്കറ്റ്, അതിനൊരു ഫീസ്.
ഇൻകം അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക ഇൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, അല്ലെ നമ്മുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, അല്ല അതൊക്കെ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു ഫീസാണ്. ആ സർവീസ് നമ്മൾ കൊടുക്കുന്ന ഫീസാണ്. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ. ദെൻ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, നമ്മൾ കൊടുക്കുന്ന ഫൈൻ. ഇപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് ലേറ്റ് ആയിട്ട് അടയ്ക്കും, അതിൽ നമ്മൾ ഫൈൻ അടയ്ക്കുന്നു. അതേപോലെ നമ്മൾ ലാൻഡ് റവന്യൂ റേറ്റ് ആയിട്ട് കൊടുക്കും, അതിന് നമ്മൾ ടാക്സ് ഫൈൻ അടയ്ക്കും. പെനാൽറ്റീസ് എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. പല പല ഫോർ എക്സാമ്പിൾ സപ്പോസ് വി ഹാവ് എന്താണ് നമ്മളൊരു എന്തെങ്കിലും ഒരു പെറ്റി കേസ് ഉണ്ട്, അപ്പോൾ നമുക്ക് അതിന് ചാർജ് ചെയ്യുന്നത് ഇതൊക്കെ പെനാൽറ്റീസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്പെഷ്യൽ അസസ്മെന്റ്. Special assessment is another source of fund. Special assessment means if government projects benefit some other people, some people directly or indirectly, then that the payment made by such people are known as special assessment. For example, government is constructing a road or building some other facilities in a particular region, ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ. അപ്പോൾ ആ റോഡ് നല്ലൊരു ചെറിയൊരു ലോക്കൽ റോഡ് ഉണ്ടായിരുന്നതിലൂടെ വലിയൊരു സ്റ്റേറ്റ് ഹൈവേ വരും. പെട്ടെന്ന് എന്തായിരിക്കും, ആ വഴിയുടെ അരികിലുള്ള ലാൻഡിൻ്റെയൊക്കെ പ്രൈസ് കൂടും. അപ്പോൾ പ്രൈസ് കൂടിയത് എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് ഈ പറയുന്ന റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് എന്തായിരിക്കും, നോർമലി ഗവൺമെന്റ് ഈസ് ഹാവിംഗ് ദ റൈറ്റ് ടു ഗെറ്റ് എ പെർസെൻറ്റേജ് ഓഫ് the appreciated value of land. ലാൻഡിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന വർധനവിന്റെ ഒരു ശതമാനം ഗവൺമെന്റിന് കിട്ടാൻ അർഹതയുണ്ട്. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ അസസ്മെന്റ്. ഓക്കെ, ദെൻ വി ആർ ഹാവിംഗ് ഫോർഫൈറ്റേഴ്സ്. ഫോർഫൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ it's a money imposed on people by the court. കോടതിയിൽ നമ്മളെ ഇമ്പോസ് ചെയ്യുന്ന ഒരു ചാർജാണ് for not attending or not being present in the court for completing some contract or something like that. നമുക്ക് തക്ക സമയത്ത് കോടതിയിലൊന്നും ഹാജരാകാതെ ഇരിക്കുമ്പോൾ കോടതി ഈ ചുമക്കുന്ന ഒരു നീതിയാണ് പെർഫെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ if some people are, in every society there are many people who dies without any proper hair for their assets. ചില ആൾക്കാരൊക്കെ എങ്ങനെയാണ്, ഈ അവരുടെ കുറെ അസറ്റ്സ് കാണും, കുറെ സ്വത്തും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ പലതരത്തിലുള്ള അസറ്റ്സ് ഉണ്ട്. അവരത് കൃത്യമായിട്ടും ആർക്കും ആരുടെ പേരിലേക്കും എഴുതി കൊടുക്കാതെ ഇങ്ങനെ മരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടി ഗവൺമെന്റിന് അറ്റാച്ച് ചെയ്യും, ഗവൺമെന്റിന് എടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് എസ്റ്റേറ്റ്സ്. അപ്പം ഇറ്റ്സ് എ amount received by the government by acquiring those properties of people who dies without any legal heir. നിയമപരമായിട്ടുള്ള പിൻഗാമികൾക്ക് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പിൻഗാമികൾ ഇല്ലാതെ വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഗവൺമെന്റിന് ആ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. ഓക്കെ, so that is estate. Then another source, non-tax revenue source is gift and grants. Governments receives lot of grants from various agencies or various from foreign countries or international agencies. Okay, അപ്പം നമുക്കൊക്കെ പറയാം, ഓരോ നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ ഒരുപാട് റിലീഫുകളും ഗ്രാൻസുകളും വേൾഡ് ബാങ്ക് ഗ്രാൻഡ് വരുന്നു, IMF വരുന്നു, അപ്പൊ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ADB വരുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ഗ്രാൻസ്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ ഈ എന്താണ് ഇറിഗേഷൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ റോഡ് വൈഡനിങ്, ഇപ്പോഴത്തെ നമ്മുടെ ഒരുപാട് റോഡ് വൈഡിങ് വേൾഡ് ബാങ്ക് ഗ്രാൻസിൽ നടക്കുന്നു. അതേപോലെ നമ്മുടെ കുറെ പഞ്ചായത്ത് രാജ് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ വേൾഡ് ബാങ്ക് ഫണ്ടഡ് ഉണ്ട്. അതെല്ലാം കുറെ ഗ്രാൻസ് ആയിട്ടാണ്, അതൊക്കെ ഗവൺമെന്റ് വരുമാനം. ദെൻ ഗിഫ്റ്റും ഈ പറയുന്ന പല സോഴ്സിൽ നിന്നും ഗവൺമെന്റിന് ലഭിക്കുന്ന ഗിഫ്റ്റായിട്ട് കിട്ടുന്ന അസറ്റുകളെല്ലാം ഗവൺമെന്റിന്റെ റവന്യൂ സോഴ്സാണ്. ദെൻ next source is public borrowing. Even though we cannot say it's also a source of government, but
Even though it's a liability, consider it as a source of revenue to the government. Then finally, the printing of currencies. The currency printing. ഗവൺമെന്റിന്റെ ലാസ്റ്റ് റിസോർട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അവസാനത്തെ ആശ്രയമാണ് സെൻട്രൽ ബാങ്ക് എന്നുള്ളത്. നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, മോണിറ്ററി പോളിസിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ആശ്രയമാണ് ഈ ഗവൺമെന്റിന്റെ ഈ പറയുന്ന രീതിയിലുള്ള പ്രിന്റിംഗ് കറൻസി. അപ്പം പ്രിന്റിംഗ് കറൻസി is another source of revenue to the government. Okay. Then these are the various sources of revenue, tax and non-tax revenue. Now നമ്മൾ ടാക്സ് എന്താണെന്ന് പറഞ്ഞു, പബ്ലിക് റവന്യൂ പറഞ്ഞു, അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ടാക്സ് ഡിഫൈൻ ചെയ്തു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടു. ഡിഫറെന്റ് സോഴ്സ് നോൺ ടാക്സ് റവന്യൂ സോഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ടാക്സ് റവന്യൂയിലാണ് ഒരുപാട് സോഴ്സസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സസ്. ഇനി നമുക്ക് ടാക്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സ്. ടാക്സ് എന്താണ് നമ്മൾ പറയുന്നത്? കമ്പൽസറി കോൺട്രിബ്യൂഷൻ ആൻഡ് ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെന്റ്. നോൺ ടാക്സ് റവന്യൂവിനെ കഴിഞ്ഞ് രാജ്യത്തിന്റെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനവും ടാക്സ് റവന്യൂ ആണ്. ഓക്കെ. And there are different classifications made for tax, and these classifications are made on the basis of form, in kind of form based, right? In a direct and indirect, on the basis of nature, on the basis of essence, on the basis of volume, on the basis of method. In 5 രീതിയിലാണ് നമ്മൾ ടാക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതേതൊക്കെയാണ്? On the basis of form, the taxes are classified into direct and indirect taxes. അപ്പോൾ എന്താണ് ഡിറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? ഡിറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നേരിട്ട്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മധ്യവർത്തി മുഖേന ചെയ്യുന്നത്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നേരിട്ട് ഒരാൾ ചെയ്യുന്നത്. ഡിറക്റ്റ് ടാക്സസ് ആർ ദോസ് ടാക്സസ് വിച്ച് ആർ പെയ്ഡ് ഡയറക്ട്ലി ബൈ എ പേഴ്സൺ. ഒരാൾ നേരിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. ആ കേസിൽ ടാക്സ് ബേർഡൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ടാക്സ് ഒറിജിനൽ കൊടുക്കുന്ന ആൾക്ക് തന്നെയായിരിക്കും അതിന്റെ ബേർഡൻ ഫുൾ ആയിട്ട് വരുന്നത്. ഗവൺമെന്റിലേക്ക് ആര് കൊടുക്കുന്ന അയാൾക്ക് തന്നെയായിരിക്കും അതിന്റെ ഫുൾ ബേർഡനും വരുന്നത്. ആൻഡ് ഫോർ വിച്ച് ഹി കനോട്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം ഗവൺമെന്റ്. ആൻഡ് ഓൾസോ ടാക്സ് ബേർഡൻ കനോട്ട് ബി ഷിഫ്റ്റഡ് ടു അതർ പേഴ്സൺ. അപ്പം ഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഷിഫ്റ്റ് ചെയ്യാന്ന് പറയും, പിന്നീട് ഇൻഡയറക്ട് ടാക്സ് പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്. ഇപ്പൊ നിങ്ങൾ ഇൻകം ടാക്സ് പേ ചെയ്യും. അപ്പൊ അങ്ങനെ ഇൻകം ടാക്സിന്റെ ബേർഡൻ ആർക്കാണ് വരുന്നത്? ഇൻകം ടാക്സ് കൊടുക്കുന്നതിനാണ് ബേർഡൻ. അയാളുടെ ഇൻകം ടാക്സ് വേറെ ആർക്കെങ്കിലും പേ ചെയ്യാൻ പറ്റുമോ? വേറെ ആർക്കും പറ്റില്ല. അപ്പം അതിന്റെ ഫുൾ ബേർഡൻ അയാൾക്ക് തന്നെയാണ്. ഇനി ആ കേസിൽ ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് ആർ ഓൺ സെയിം പേഴ്സൺ. ഇമ്പാക്ട് ഇൻസിഡൻസ് എന്തൊക്കെയാണ് പിന്നീട് ഞാൻ പറയും. ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ മണി പോലെ, ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് മണി പോലെ. അതെന്താണ് ഞാൻ പിന്നീട് പറയും. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതെന്താണെന്ന് എനിക്ക് കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ. And Dalton defined direct tax is really paid by a person on whom is legally imposed. ആരിലാണോ ഇമ്പോസ് ചെയ്തിരിക്കുന്നത് അയാൾ കൊടുക്കേണ്ട ടാക്സിനെയാണ് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്. അതിന്റെ കുറച്ച് മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഒന്നാമത്തെ, വളരെ എക്കോണമിക്കലായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഡയറക്ട് ടാക്സ് ആർ മോർ എക്വിറ്റബിൾ, മീൻസ് എക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ പോസിബിൾ ആവും ഡയറക്ട് ടാക്സിലൂടെ. ഇൻകം ടാക്സ് ഒക്കെ വളരെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്. കൂടുതൽ ഇൻകം ഉള്ളവരെ കൂടുതൽ ടാക്സ് ചെയ്യും. Then certainty means the time and the amount to be collected are very precise, വളരെ കൃത്യമാണ്. Then reduction in inequality. Taxation is the best way to reduce inequality. Taxing the rich and giving it to the poor. So in this case, direct tax or taxes imposed on those people who have ability to pay tax. ആർക്കാണോ ടാക്സ് കൊടുക്കാൻ കഴിയും അവരെയാണ് ടാക്സ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഇൻഇക്വാളിറ്റി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഇതിലൂടെ എക്സസ് ആയിട്ടുള്ള കുറെ ഫണ്ട് സർക്കാരിന് കളക്ട് ചെയ്യാൻ പറ്റും. Then civic consciousness. When a person pay tax, he becomes more conscious about the civic rights. അപ്പം ടാക്സ് കൊടുത്തിട്ടാണ്
ഇപ്പൊ നമ്മളാണെങ്കിലും പലരും ചോദിക്കുന്നു, ഇപ്പോൾ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് ഈ രാഷ്ട്രീയക്കാർ ഇവരൊക്കെ വരും, നമുക്ക് ഓഫീഷ്യൽസ് ഒക്കെ വരും, നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് ഇത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ബിക്കോസ് വി ആർ ഓൾസോ പേയിങ് ടാക്സ്. ഓക്കെ, ഒരു സിവിക് കോൺഷ്യസ്നെസ് ഇതിലൂടെ കൊണ്ടുവരും. Then it is more elastic. That means it is adjustable. Direct tax is adjustable. Then it is more productive. It means productivity is another important merit of direct tax. Productivity means it encourages the productive sectors also, because it is um, productive. The signal tax is also more productive, because as the income of the people increases, the revenue collected from this tax also increases. ജനങ്ങളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് ഈ ഇൻകം ഡയറക്റ്റ് ടാക്സും റവന്യൂ കൂടും. കാരണം അതുകൊണ്ട് ഇതൊരു പ്രൊഡക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. It is easy to understand even to a common man. Then there is absence of leakage. ടാക്സ് കൊടുക്കാത്തവരൊക്കെ ലീക്കേജ് കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ലീക്കേജ് ഉണ്ട്, ഒരു മെറിറ്റ് ആയിട്ട് പറയാം. ഓക്കെ, there are also some certain demerits. One it's unpopular. Then lot of inconveniences there to collect tax. The administrative costs are very high. It takes a lot of procedures. Then possibility of evasion. Tax evasion എന്ന് പറയുന്നത് ടാക്സ് കൊടുക്കാതെ ഒരുപാട് ആൾക്കാർ തട്ടിപ്പ് നടക്കുന്നു ഡയറക്റ്റ് ടാക്സിലേക്ക്. Tax evasion is possible. Then there is uncertainty regarding the income that can be collected through direct tax. Then it is uneconomic, because it also, even though it is considered as economic, but there are certain taxes which the collection of which is highly expensive. It takes a lot of expensive. Then narrow scope. That means comparing with the direct tax is having narrow scope, because in a country not all are paying tax. Only limited number also are paying the direct tax. Then it's arbitrary. Government can arbitrarily determine. Then it is an obstacle to capital formation, because it reduces the saving capacity of the people. Then it is not suited to the underdeveloped economies, because in underdeveloped economies there are a lot of tax evasion is possible. There is a proper collection centers are there. ആൾക്കാർ പല ആൾക്കാരും ഈ ടാക്സ് അതോറിറ്റിക്ക് റിപ്പോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇൻകം പൂഴ്ത്തി വയ്ക്കുന്ന അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് ഡെവലപ്പിംഗ് കൺട്രീസിലുണ്ട്, ഡെവലപ്ഡ് കൺട്രീസിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. ഇൻഡയറക്ട് ടാക്സ് ആണ് പോസിബിൾ, ഏറ്റവും ബെനിഫിറ്റിംഗ് ആണ് ഒരു അഭിപ്രായം. So these are some of the merits and demerits of direct tax. Then we are having another class. This one is indirect tax. Indirect taxes are those taxes which is paid by one individual, and the burden of which is borne by another individual. In this case, a person who pays tax transfers the burden to the shoulders of another person. For example, sales tax or excise duty. നമ്മൾ ഇപ്പോഴത്തെ GST എന്നൊക്കെ നമ്മൾ അതിനെ പറയും. ഇപ്പൊ നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ സെയിൽസ് ടാക്സ്, നമ്മൾ ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മളിപ്പോ ഒരു പാക്കറ്റ് പെൻ വാങ്ങാൻ പോകും കടയിൽ നിന്ന്. അപ്പൊ അതിന്റെ നമ്മളൊരു രൂപ, ഒരു പെന്നിന് 5 രൂപ വെച്ച് 10 പെൻ നമ്മൾ വാങ്ങും. 50 രൂപയ്ക്ക് 10 പെൻ നമ്മൾ വാങ്ങും. അതിലൊരു ഇത്ര ശതമാനം ടാക്സ് രേഖപ്പെടുത്തി അതിന്റെ 10% ടാക്സ്, 10ന്റെ 50ന്റെ 10% 5 രൂപ ടാക്സ് ആയിട്ട്. പക്ഷെ ഈ ടാക്സ് ആദ്യം കൊടുക്കുന്നത് ആരാണ്? ഈ ടാക്സ് ആദ്യം കൊടുക്കുന്നത് പ്രൊഡ്യൂസറാണ്. ബിക്കോസ് when it is produced, the tax is paid by the പ്രൊഡ്യൂസറാണ്. പക്ഷെ ഇത് അവസാനം അതിന്റെ ബേർഡൻ മുഴുവൻ അതിലേക്കാണ് വരുന്നത്. പ്രൊഡ്യൂസർ ആ ബേർഡൻ സെല്ലറിന് ട്രാൻസ്ഫർ ചെയ്യും. സെല്ലർ ആ ബേർഡൻ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? കൺസ്യൂമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യും. വാങ്ങുന്ന ആളിലേക്ക് ആ ഫുൾ ബേർഡൻ വരും. ഇല്ലേ? പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് അത് ബേർഡൻ ഒന്നുമില്ല. അവർ ഒറിജിനൽ ഇനിഷ്യൽ ബേർഡൻ മാത്രമേ ഉള്ളൂ. ആ പെൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ബേർഡൻ മാത്രമേ പ്രൊഡ്യൂസർക്ക് ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് മണി ബേർഡൻ ഓഫ് എ ടാക്സ്.
പിന്നീട് അത് ട്രാൻസ്ഫർ ചെയ്ത് പ്രൊഡ്യൂസർ കൺസ്യൂമേഴ്സിലെത്തും ആ ബേർഡൻ. അവസാനം ആരാണ് പ്രോഡക്റ്റ് വാങ്ങി കൺസ്യൂം അവരാണ് അതിന്റെ യഥാർത്ഥ ബേർഡൻ വഹിക്കേണ്ട ആൾക്കാർ. നമ്മളെ കൺസ്യൂമേഴ്സ് ആയിട്ട് നമ്മളെ പോലെയുള്ളവരാണ്. അപ്പം നമുക്കാണ് അൾട്ടിമേറ്റ് മണി ബേർണിംഗ്. അതിനെ നമ്മൾ ഇൻസിഡൻസ് എന്ന് പറയും, അൾട്ടിമേറ്റ് മണി ബേർണിംഗ്. ഈ ഡയറക്ട് ടാക്സിന്റെ കേസിൽ ഇത് രണ്ടും ഒരാളാണ്. ആരിലാണ് ഇമ്പോസ് ചെയ്യുന്നത് അയാൾ തന്നെയാണ് ഈ ബേർഡൻ. ഇൻഡയറക്ട് ടാക്സിൽ ആരിൽ ഇമ്പോസ് ചെയ്യുന്നോ അയാൾ ആ ബേർഡൻ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ സെയിൽസ് ടാക്സ്, അങ്ങനെയുള്ള ടാക്സിനെയാണ് നമ്മൾ ഇൻഡയറക്ട് ടാക്സ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഹാവിങ് സം അഡ്വാൻറ്റേജ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഒന്നാമത്തെ, ഇതിന്റെ കൺവീനിയന്റ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റി പറയുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ടാക്സ് പേയിങ് നമ്പർ കുറവാണ്. ഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവന്തോ നമ്പർ കുറവാണേലും അത് കളക്ഷൻ അത് കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ ഡയറക്ട് ടാക്സ് പ്രൊഡ്യൂസേഴ്സ് മാത്രമാണ് ആദ്യം ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നത്. ബാക്കി പല വ്യക്തി ജനങ്ങളിൽ നിന്ന് ഈ പ്രൊഡ്യൂസേഴ്സ് കളക്ട് ചെയ്യുന്നു. കുറെ കൺവീനിയന്റ് ആണ്. ഇറ്റ്സ് മോർ ഇലാസ്റ്റിക്, ക്യാൻ ബി ഈസിലി അഡ്ജസ്റ്റബിൾ. ദെൻ നോ ടാക്സ് ഇവേഷൻ. ടാക്സ് ഇവേഷൻ ഈ ഇൻഡയറക്ട് ടാക്സിന്റെ കേസിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സാധനം വാങ്ങുന്നവൻ അതിന്റെ പ്രൈസ് ആയിട്ട് അതിന്റെ ടാക്സ് കൂടി അതിന്റെ കൂടത്തിൽ കൊടുക്കുന്നു. ആർക്കും അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്കൊരു കട ചെന്നിട്ട് ഇതിന്റെ ടാക്സ് ഒഴിവാക്കി എനിക്ക് സാധനം മതി എന്ന് പറയാൻ പറ്റില്ല. അത് ടാക്സ് ഇവേഷൻ കുറവാണ്. Then it's also equitable. That means luxurious products are normally taxed kind. That means rich people are paying more, even in the case of indirect tax also. So it is more equitable. Then it's also having some social values. Social values means because indirect tax can reduce the consumption of certain commodities like tobacco, alcohol, etc., intoxicating items. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഹൈ പ്രൈസ് ടാക്സ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ കൺസംഷൻ കുറയ്ക്കുന്നതിന് ഈ പറയുന്ന ടാക്സിലൂടെ സാധിക്കും. Then it is productive, means it creates sufficient income to the government. It's progressive in nature. അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്താണ് പ്രോഗ്രസീവ് ടാക്സ് എന്നത്. Then suitable for economic development because normally it doesn't more demotivate the people to save and invest, and therefore it is more suitable for economic development. There is wider coverage, then increases production and investment. Since there is more investment, there will be production will be increased due to direct tax, and it's more selective and very flexible. These are some of the merits. Then it's also having some demerits like uncertainty. എത്ര ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. Then regressiveness, അത് ഞാൻ പിന്നീട് പറയും. Economic, even though it is considered as the least expensive way of collecting tax, but still it is also having some bearing in the form of in collecting such taxes also. Then lack of social consciousness, പലപ്പോഴും ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എതിരാണെന്നാണ് ഇത് പറയുന്നത്. അതൊന്നും ഇത് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. Then it also discourages saving. Then it is inflationary. When tax is imposed on a commodity, normally the price of the commodity will rise, and therefore we can say it's inflationary. Then it is inequitable and unjust. കാരണം എല്ലാവരും ഒരേ ടാക്സ് ആണ് കൊടുക്കുന്നത്. റിച്ച് ആയിട്ടുള്ള ആള് ഒരു പാക്കറ്റ് പെൻ വാങ്ങിയാലും പൂറായിട്ടുള്ളവരെ ഒരു പാക്കറ്റ് പെൻ വാങ്ങിയാൽ ഒരേ ടാക്സ് ഉണ്ട്. Unjust. Then it's harmful in depression and damage for consumers. Consumersന്റെ ഇൻട്രസ്റ്റിന് എതിരാണ് ഈ ഡയറക്ട് ടാക്സ്. Okay. Now let's see some other classification on the basis of nature. ടാക്സിന്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് ടാക്സിനെ ഇൻകം ടാക്സ് എന്നും പ്രോപ്പർട്ടി ടാക്സ് എന്നും പ്രൊഡക്ഷൻ ടാക്സ് ആൻഡ് പ്രൊഡക്ഷൻ എന്നും ടാക്സ് ആൻഡ് കൺസംഷൻ, ടാക്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്, ഗുഡ്സ് എന്ന് പറയും മെഷീനറീസ്. ഇതൊക്കെയാണ് നേച്ചർ അനുസരിച്ചുള്ള നമ്മുടെ ക്ലാസിഫിക്കേഷൻ. Then on the basis of essence, എസൻസിന്റെ ബേസിസ് നമുക്ക് ടാക്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ. സ്പെസിഫിക് ടാക്സസ് ആൻഡ് ടാക്സ് ഓൺ ഡ്യൂട്ടീസ് ആൻഡ് അഡ് വലോറം ഡ്യൂട്ടീസ്. എന്താണ് സ്പെസിഫിക് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ടാക്സ് എന്ന് പറയുമ്പോൾ in this case tax is imposed on a commodity according to the weight, size or the measurement. It is called a specific tax.
ഒരു കമ്മോഡിറ്റിയുടെ വെയിറ്റ്, സൈസ് അല്ലെങ്കിൽ അതിന്റെ മെഷർമെന്റ് അനുസരിച്ചായിരിക്കും ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. അതിനെ നമുക്ക് സ്പെസിഫിക് ടാക്സ് എന്ന് പറയും. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ ഡെഫിനിറ്റ് സം ഓഫ് സം ടു ബി പെയ്ഡ് ഫോർ ദ ഡെഫിനിറ്റ് വെയിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മൾ ക്ലോത്തിന്റെ ടാക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ മെഷർമെന്റ് ആണ്, അതിന്റെ എത്രയാണ് ലെങ്ത്, എത്രയാണ് വിഡ്ത്ത്, അതൊക്കെ അനുസരിച്ചാണ് അതിന്റെ ടാക്സ്. പിന്നെ അതിന്റെ വെയിറ്റ് അനുസരിച്ച് കൊടുക്കുന്നത്. ഓക്കെ, ചില കമ്മോഡിറ്റീസ് വെയിറ്റിനായിരിക്കും ടാക്സ് ഇമ്പോസ് ചെയ്യും. ചില എന്താ പറയാ, ചില മെഷീനറി ഗുഡ്സും അങ്ങനെയുള്ള ഇതൊക്കെ വെയിറ്റ് അനുസരിച്ച് ഈ ഒരു കേസിൽ വരുന്നത്. ഇപ്പൊ സ്പെസിഫിക് ടാക്സ് എന്ന് പറയുമ്പോൾ വെയിറ്റ് അല്ലെങ്കിൽ മെഷർമെന്റിന്റെ ബേസിലാണ് ടാക്സ്. അതിന്റെ ഇത്ര പെർസെന്റേജ് ആയിരിക്കും ടാക്സ് ആയിട്ട് വരിക. പക്ഷേ അഡ് വലോറം ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഓർ ടാക്സ് മീൻസ് taxes are imposed on the value of the commodity അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ഒരു 100 രൂപയുള്ള ഒരു നമ്മൾ സപ്പോസ് യു ആർ പർച്ചേസിങ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു പെന്ന് വാങ്ങും, പെന്നിന്റെ 10% ടാക്സ്, പെന്നിന്റെ വിലയുടെ 10%. വാല്യൂയിലാണ് ടാക്സ് ഉള്ളത്. 10% എത്രയാണ്? 5 രൂപ. 5 രൂപ ടാക്സ് ആയിട്ട് കൊടുക്കും. അപ്പം അത് വാല്യൂയിലാണ്, പെന്നിന്റെ വാല്യൂയിലാണ് ടാക്സ്. അതാണ് അഡ് വലോറം ഡ്യൂട്ടി. ആ വാക്ക് പോലെ തന്നെ പറയാൻ നമുക്ക് എളുപ്പമുണ്ട്. അപ്പം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് ദി കമ്മോഡിറ്റി ആൻഡ് ദാറ്റ് ഈസ് അഡ് വലോറം ഡ്യൂട്ടി. Then next, on the basis of volume, വോളിയം അനുസരിച്ച് നമ്മൾ ടാക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ടാക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ സിംഗിൾ ടാക്സ് സിസ്റ്റം ആൻഡ് മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം. Single tax system is a system of taxes in which taxes are levied only on one item. In other words, in this tax system, there will be only one kind of tax. Such taxes are collected not only once but regularly every month or every year at an interval of shorter long duration. അതിനൊരു ഉദാഹരണം സിംഗിൾ ടാക്സ് സിസ്റ്റം. ജസ്റ്റ് അത് സിംഗിൾ ടാക്സ് സിസ്റ്റം അല്ല ഉള്ളത്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് ഞാനൊരു ഉദാഹരണം പറയാം. പണ്ട് നമുക്ക് എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നത്. സെയിൽസ് ഡ്യൂട്ടി ടാക്സ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് എന്താണ് ഈ കമ്മോഡിറ്റി എല്ലാത്തിനായിട്ട് ഇപ്പൊ ആകെ ഒരു ടാക്സ് ഉണ്ട്. ഏതാണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിനെല്ലാം കൂടെ കൂടി എന്താണ് ഒറ്റ ടാക്സ്. അത് സിംഗിൾ ടാക്സ് സിസ്റ്റം. ഇനി മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം നേരെ തിരിച്ചാണ്. there will be more than one tax. പല ടാക്സുകളാണ്. ഇപ്പൊ പറഞ്ഞ പോലെ എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, അങ്ങനെ അത് ആ ടാക്സ്, ഈ ടാക്സ്, അങ്ങനെ പല ടാക്സുകളായിരിക്കും. അത് മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ പല തരത്തിൽ ഡൈവേഴ്സിഫൈഡ് ടാക്സസ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സ് ആണ്. അപ്പൊ മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം. ഓക്കെ, then final classification is classification on the basis of methods of collecting tax. എന്തൊക്കെ, what are the various methods of collecting tax? അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ what are the various methods of taxation? അപ്പൊ ആ മെത്തേഡ്സിന്റെ ബേസിൽ നമുക്ക് ടാക്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത് പ്രൊപ്പോർഷണൽ ടാക്സ്, പ്രോഗ്രസീവ് ടാക്സ്, റിഗ്രസീവ് ടാക്സ് ആൻഡ് ഡിഗ്രസീവ് ടാക്സ്. ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോർഷണൽ ടാക്സ്. The proportional tax system, all are taxed at a uniform rate and it is not linked with the income of the taxpayer. In other words, proportional tax is one in which the tax rate remains same. Rate of tax remains same, and the amount of tax is calculated by multiplying the tax base with the tax rate. ഇത്രയേ ഉള്ളൂ. ടാക്സ് റേറ്റ് കോൺസ്റ്റന്റ് ആയി, അത് റിച്ച് ആയിട്ടുള്ള ആളായിരുന്നു പൂർ ആയിട്ടുള്ള ആളായിരുന്നു, എല്ലാവർക്കും ഒരേ ടാക്സ്. ഇപ്പൊ നിങ്ങളൊന്ന് അസ്യൂം ചെയ്യാം, ഇൻകം ടാക്സ്
1 ലക്ഷം മുതൽ മുകളിലേക്ക് വരുമാനം കിട്ടുന്ന എല്ലാവരും വരുമാനത്തിന്റെ 10% ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണമെന്ന് ഗവൺമെന്റ് പറയുന്നു. അത് നീതിക്ക് യോജിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. 100 കോടി വരുമാനമുള്ളവനും 10 ലക്ഷം 10% മതി. 1 ലക്ഷം കിട്ടുന്നതിനും 10%. 1 ലക്ഷം കിട്ടുന്നവൻ 10%ആയിട്ടുള്ള 1 ലക്ഷത്തിന് ഒരാൾക്ക് 2 ലക്ഷം രൂപ വരും. ആ രണ്ട് അഡീഷണൽ ആയിട്ട് വരുന്ന 1 ലക്ഷത്തിന് അയാൾ ടാക്സ് 1 ലക്ഷം വരെ വരുമാനം ടാക്സ് ഇല്ല. 1 ലക്ഷത്തിന് മുകളിൽ എത്രയാണ്? 2 ലക്ഷമാണ് ടോട്ടൽ വരുമാനം. അപ്പം ടോട്ടൽ റവന്യൂ 2 ലാക്സ്. 1 ലാക്സിന് അദ്ദേഹം ടാക്സ് കൊടുക്കും. അതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10% എന്ന് പറയുമ്പോൾ ഒരു 10,000 റുപ്പീസ് അല്ലേ അയാൾ കൊടുക്കേണ്ട. ഇനി ഒരു 500 കോടി വരുമാനമുള്ള ഒരാൾ, 500, 1000, 2000 കോടി, 10,000 അംബാനിമാരെ പോലെയുള്ള 10,000കണക്കിന് കോടികൾ വരുമാനമുള്ളവർ, 1000 കോടി അല്ലെ 500 കോടി വരുമാനമുള്ളവർ, അയാൾ കൊടുക്കേണ്ട ടാക്സ് എത്രയുള്ളത്? അതിന്റെ ഒരു 10% കൂട്ടിക്കും. എത്രയായിരിക്കും? 500 കോടി 10%, 50 കോടി ടാക്സ്. പക്ഷെ നമ്മൾ സാക്രിഫൈസ് എടുത്തു കഴിഞ്ഞാൽ ആരുടെ ആയിരിക്കും കൂടുതൽ സാക്രിഫൈസ്? മാർജിനൽ സാക്രിഫൈസ് ഈ 10,000 രൂപ കൊടുത്ത ആൾക്ക് കൂടുതൽ മാർജിനൽ സാക്രിഫൈസ് വരും. അപ്പം അതൊരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള സംഭവം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ, ഒരേ ടാക്സ് റേറ്റ് ഒരേ ശതമാനമായിരിക്കും. അപ്പം ടാക്സ് കാണുന്നതിന് വേണ്ടി ടോട്ടൽ ഇൻകത്തെ എത്രയാണോ ടാക്സ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് കിട്ടും. ആൻഡ് ഇൻ ദിസ് കേസ് the curve is normally the tax revenue curve will be the tax rate, that diagram will be parallel to horizontal axis. But tax rate constant ആണ്, കാണാൻ പറ്റും. ടാക്സ് റേറ്റ് ഇവിടെ നിന്ന് മാറുന്നില്ല, ടാക്സ് റവന്യൂ ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, റവന്യൂ കർവ് എപ്പോഴും പാരലൽ ടു ഹൊറിസോണ്ടൽ ആണ്, ടാക്സ് റേറ്റ് സെയിം ആണ്. Then next one is progressive taxation. Progressive taxation നിങ്ങൾക്ക് ആ ഡയഗ്രം നോക്കുമ്പോൾ തന്നെ അറിയാം. വരുമാനം കൂടുന്നതനുസരിച്ച് ടാക്സ് ബേസ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ഇൻകം കൂടുന്നതനുസരിച്ച് എന്താണ്? ടാക്സ് റേറ്റും കൂടിക്കൂടി വരുമാണ്, കാണാൻ പറ്റും. അപ്പം progressive taxation is a tax system in which the rate of tax increases as income increases. ഒരു വ്യക്തിയുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അയാളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സിന്റെ, അയാൾ പേ ചെയ്യുന്ന ടാക്സിന്റെ റേറ്റ് കൂടുന്നു. പ്രൊപ്പോർഷനിലെ റേറ്റ് കൂടുന്നില്ല, എമൗണ്ട് കൂടുന്നുണ്ടായിരിക്കും, പക്ഷെ റേറ്റ് സെയിം ആണ്. ഇവിടെ എന്താണ്? റേറ്റും കൂടുതലാണ്. നമ്മുടെ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ. നമ്മുടെ ഇന്ത്യയിൽ ഒരു 2.5 ലാക്സ് വരെ ടാക്സ് ഫ്രീ ആണ്. 2.5 ലക്ഷം രൂപ വരെ ആർക്ക് ടാക്സ് ഫ്രീ. 2.5 തൊട്ട് 5 വരെ, ഇപ്പൊ 5 ലക്ഷമായിട്ട് കുറച്ചു, 5 ലക്ഷം വരെ ടാക്സ് കൊടുക്കും. 5 തൊട്ട് 10 വരെ, 10 ലക്ഷം വരെ വരുമാനമുള്ളവർ അവരുടെ ആ എമൗണ്ടിന് 20% ടാക്സ് കൊടുക്കും. ഇനി 10 ലക്ഷത്തിന് എബോവ് ടാക്സ് വരുമാനമുള്ളവർ അവരുടെ വരുമാനത്തിന്റെ 30% ടാക്സ് കൊടുക്കും. ഇപ്പൊ ഒരു 20 ലക്ഷം രൂപ വരുമാനമുള്ള ആള് അയാളുടെ വരുമാനത്തിന് 30% ടാക്സ് കൊടുക്കും. ഓക്കെ, അപ്പൊ അയാളുടെ ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 3 to 4 ലാക്സ്, 20 ലക്ഷം കിട്ടിയ ഒരു 4 ലാക്സ്, 4.5 ലാഖ്, 4.5 ലാക്സ് ഒക്കെ അദ്ദേഹം ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പ്രോഗ്രസീവ് ആണ്. അപ്പം ആ പ്രോഗ്രസീവ് എന്ന് പറയുന്നതാണ് ടാക്സ് റേറ്റ് കൂടുന്നത്. നമുക്ക് കാണാൻ പറ്റും 10%, 15, 20,000, 15%, 30,000, 20%, 40,000 ആകുമ്പോൾ 40% ടാക്സ് എമൗണ്ടും കൂടും, ടാക്സ് റേറ്റും കൂടെ കൂടും. സോ therefore the diagram is upward sloping. Then next one is regressive tax. ഇന്ത്യ എല്ലാം ഏറ്റവും ഇൻഇക്വാളിറ്റി കൂട്ടുന്ന ടാക്സേഷൻ സാധാരണ പലയിടത്തും ഇല്ല, എന്നാലും ചില കേസുകളിലൊക്കെ ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റും ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചില കേസുകളിലൊക്കെ റിഗ്രസീവ് ടാക്സേഷൻ വരുന്നുണ്ട്. ഓക്കെ, റിഗ്രസീവ് ടാക്സേഷൻ ഈസ് എ ടാക്സേഷൻ ഇൻ വിച്ച് ടാക്സ് റേറ്റ് decreases as income increases. അപ്പം ടാക്സ് റേറ്റ് എന്താണ്? ഇൻകം കൂടുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് കുറയുക. ഒരു ഉദാഹരണം പറഞ്ഞപ്പോ നമ്മള് പറഞ്ഞ പോലെ 5 ലക്ഷം രൂപ വരെ ഉള്ള ഒരാൾ 20%, 5 മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഒരാൾ 10%, 10 മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള ആൾ 5%,
ഇതൊരു ഡിഗ്രസീവ് ടാക്സ് ആണ്. അപ്പൊ അവിടെ ടാക്സ് റേറ്റ് നമ്മുടെ വരുമാനം കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരുവാണ്. അത് ഇൻഇക്വാളിറ്റി വർദ്ധിക്കുകയുള്ളൂ. ഇക്വാളിറ്റി കൂടുന്നതിന് അത് കാരണമായി തീരും. ഓക്കെ, അപ്പൊ സച്ച് taxation method is known as regressive taxation. It is unjust, just opposite to progressive taxation. ഓക്കെ, അപ്പൊ ഇത് വളരെ പൂർ ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ കൺസംഷനെ ബാധിക്കും, അവരുടെ സേവിങ്സിനെ ബാധിക്കും. അവരെല്ലാം ഡെപ്റ്റായി തീരുന്ന ഇങ്ങനെയുള്ള ടാക്സേഷൻ കാരണമായി. ഈ ടേബിളും ഡയഗ്രാം നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാം. One exceptional case of taxation is method of taxing is digressive taxation. Digressive taxation means up to a certain point it will be progressive. After that it becomes proportional. So നിങ്ങൾക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ അറിയാം, ഈ ഒരു പോയിന്റ് വരെ ഇത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്, പ്രോഗ്രസീവ് ആണ്. ഇതിന് കഴിഞ്ഞ ശേഷം എന്താണ് പ്രൊപ്പോർഷണൽ ടാക്സേഷന്റെ പോലെ പാരലായിട്ട് ഹൊറിസോണ്ടൽ ടാക്സും പാരലായിട്ട് പോകും. ഓക്കെ, അപ്പൊ അതാണ് ഡിഗ്രസീവ് എന്ന് പറയുന്നത്. ഒരു പോയിന്റ് വരെ അത് പ്രോഗ്രസീവ് ആയിരിക്കും. ഇവിടം വരെ നമുക്ക് ആ റേറ്റ് നോക്കിയാലേ അറിയാം. ഒരു 40,000 വരെ അത് ടാക്സ് റേറ്റ് കൂടുന്നുണ്ട്. 40,000 50,000 ആകുമ്പോൾ അതേ ടാക്സ് റേറ്റ് സെയിം ആയിട്ട് നിൽക്കുക. അപ്പൊ പിന്നെ ഒരു പരിധിക്ക് അപ്പം ഇപ്പൊ ഒരു 10 ലക്ഷം വരെ ഒരു 10%, 20 ലക്ഷം വരെ ഒരു 20%, 30 ലക്ഷം വരെ ഒരു 30%, 40 ലക്ഷത്തിന് 30%, 50 ലക്ഷത്തിന് 30%. അത് ഒരു ഡിഗ്രസീവ് ആണ്. Up to a certain limit it will be progressive. After that it becomes proportional. അതിനെയാണ് നമ്മൾ ഡിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. So these are the various classifications of tax that we can make commonly. Okay. Then canons of taxation. Canons of taxation means the basic principles of taxation. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ടാക്സ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ തത്വങ്ങളാണ്. അതില് ആദം സ്മിത്തിന്റെ കുറെ canons. It was Adam Smith who propounded the basic canons of taxation. അദ്ദേഹമാണ് ആദ്യം ഇങ്ങനെയുള്ള ടാക്സേഷന്റെ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്. അദ്ദേഹം 1776 അദ്ദേഹത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസിലാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ വേരിയസ് canons of Adam Smith? Adam Smith canons of taxation propounded by Adam Smith. അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് 4 canons, 4 നിയമങ്ങളാണ് പറഞ്ഞത്. Canon of equity. Canon of equity എന്ന് പറയുമ്പോൾ the burden of taxation should be equally distributed among all its people. ടാക്സിന്റെ ബേർഡൻ അവിടെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന് എന്ത് ചെയ്താലേ പറ്റുള്ളൂ? പ്രോഗ്രസീവ് ടാക്സേഷൻ, പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം ആക്കി എങ്കിലേ അവിടെ ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ വരുള്ളൂ. അപ്പം ഒരു പാവപ്പെട്ട ഒരാള് ഒരു 10 രൂപ ടാക്സ് ആയിട്ട് കൊടുക്കുന്നതും റിച്ച് ആയിട്ടുള്ള ഒരാള് 1 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്ന അതിൽ ബേർഡൻ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ഡെയിലി കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കായിരിക്കും അതിന്റെ ബേർഡൻ ഏറ്റവും കൂടുതലായിട്ട്. അപ്പോൾ റിച്ച് ആയിട്ടുള്ളവർ അതിലും കൂടുതലായിട്ട് ടാക്സ് ചെയ്യും. അപ്പം ഇറ്റ് ഈസ് നോട്ട് ഇക്വിറ്റബിൾ. കാനൺ ഓഫ് ഇക്വിറ്റി. Then canon of certainty. Canon of certainty means everything should be clear, certain. That means the amount to be paid, the time of payment, the process of way of payment. എന്നിവയെല്ലാം ടാക്സേഷനിൽ ക്ലിയർ ആയിരിക്കും. ടാക്സ് പെയറിനെ അത് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എത്ര എമൗണ്ട് ആണ് അയാൾ കൊടുക്കേണ്ടത്, എവിടെയാണ് പേ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ പേ ചെയ്യണം, എത്ര അതിന്റെ പ്രോസസ്സാണ്, ഇതെല്ലാം that should be clear. That is canon of certainty. Then next one is canon of convenience. Canon of convenience says that the tax should be collected or levied at a time or in a manner in which is most likely to be convenient. In which that should not disturb, should not create any burden to the taxpayer, should not create any problem for the taxpayer. ടാക്സ്പെയർക്ക് ഇത് മൂലം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. വേണ്ടി വന്നാൽ ടാക്സ് പെയറിന്റെ അടുത്ത് എന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവണം. അതാണ് കൺവീനിയൻസ് എന്ന് പറഞ്ഞത്. അതാണ് നമ്മളിപ്പോ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ പലപ്പോഴും നിങ്ങൾ ഈ വില്ലേജ് ഓഫീസിലൊക്കെ
അപ്പോൾ പലപ്പോഴും വില്ലേജ് ഓഫീസിൽ ഓരോ വാർഡുകളിലൊക്കെ ഇങ്ങനെ ടാക്സ് കളക്ഷൻ ഓരോ ക്യാമ്പയിൻ ഒക്കെ സംഘടിപ്പിക്കാണ്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ടാക്സ് പേഴ്സിന്റെ അടുത്തേക്ക് ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇങ്ങനെ അനൗൺസ് ചെയ്തോണ്ട് ഇന്ന ദിവസം അവിടെ അല്ലെങ്കിൽ ഗ്രാമസഭകളിൽ അനൗൺസ് ചെയ്യുന്ന ദിവസം ടാക്സ് കളക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഇന്ന ഏരിയയിൽ, അപ്പൊ ആൾക്കാർക്ക് അത് കൺവീനിയന്റ് ആണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ടാക്സ് കൊടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, so this is a canon of convenience. Then canon of economy, that implies the tax should be collected at least expensive manner. കുറഞ്ഞ ചെലവിൽ വേണം ടാക്സ് കളക്ട് ചെയ്യാനായിട്ട്. ഒരു 100 രൂപ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി 500 രൂപ മുടക്കുന്നതിൽ അർത്ഥമില്ല. 100 രൂപ കളക്ട് ചെയ്യുന്നത് 100 രൂപയിലും കുറഞ്ഞ എമൗണ്ടിൽ should be economic. Okay, these are the 4 basic principles, so 4 canons founded by Adam Smith for as part of taxation. Then other canons which are mainly introduced by Boswell, Shiras, Hicks, etc. ഇങ്ങനെയുള്ള കുറെ എക്കണോമിസ്റ്റുകളാണ് ഈ other canons. The canon of productivity. Canon of productivity means tax should yield considerable amount of revenue to the government, and it should not discourage the production. ഗവൺമെന്റിന് സഫീഷ്യന്റ് ആയിട്ടുള്ള റവന്യൂ ടാക്സിലൂടെ കിട്ടണം. അതേപോലെ തന്നെ ഇത് മറ്റ് പ്രൊഡക്റ്റീവ് സെക്ടറിലെ ഡിസ്കറേജ് ചെയ്യാനും പാടില്ല. ദാറ്റ് ഈസ് കാനൺ ഓഫ് പ്രൊഡക്ടിവിറ്റി. ദെൻ കാനൺ ഓഫ് ഇലാസ്റ്റിസിറ്റി. That means it should be able to increase or decrease based on the convenience or conditions or circumstances. അപ്പൊ ഇത് അത് വളരെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ വളരെ ഈസി ആയിട്ട് പറ്റണം. അപ്പൊ ആ ഒരു സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് മറ്റുള്ളവർക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റുവാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് കാനൺ ഓഫ് ഇലാസ്റ്റിസിറ്റി. Then canon of diversity. Diversity means there should be different types of taxes. ആണ് മറ്റൊരു canon പറയുന്നത്. And the burden should be scattered among different sectors of different sections of people. ഒരു വിഭാഗത്തിൽ മാത്രം ഈ ബേർഡൻ നിൽക്കാതെ അതിലെല്ലാ വിഭാഗങ്ങളിലെയും നിന്ന് കളക്ട് ചെയ്യുന്ന രീതിയിലുള്ള ടാക്സ് സിസ്റ്റം കൊണ്ടുവരണം എന്നാണ് ഇത് പറഞ്ഞത്. അതിന് ഡൈവേഴ്സിറ്റി ടാക്സ് സിസ്റ്റം ആണ്. Then canon of simplicity. The procedure should be very simple and should be able to understand by everyone, every taxpayer. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഈ ടാക്സിന്റെ നിയമങ്ങളും രീതികളും കളക്ഷൻ രീതികളും എല്ലാം. അവിടെ യാതൊരു ഡൗട്ടോ എനിക്ക് വരാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ചാൻസസ് മാക്സിമം കൊടുക്കാം. Then canon of expediency. Then tax should be such that it requires no justification and it should not be subject to any criticism. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം കാര്യമായിട്ടുണ്ടാകാത്ത രീതിയിലുള്ള ടാക്സ് വേണം ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നത്. ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് സർക്കാരിന് ഒരിക്കലും ടാക്സ് കളക്ട് ചെയ്ത് ഒരെണ്ണം മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ജനങ്ങളുടെ ആ ഒരു ബെനിഫിറ്റ് സോഷ്യൽ വെൽഫെയർ മാക്സിമൈസേഷൻ ഒക്കെ ബാധിക്കും. Then canon of uniformity. That tax imposed should be one and the same. That means it should be universal. എല്ലാവർക്കും ഒരു കുറച്ച് ആൾക്കാരെ മാത്രമായിട്ട് ടാക്സ് ചെയ്യുക, അല്ലെ കുറച്ച് വിഭാഗത്തെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യുക. എല്ലാവർക്കും നിന്നും ടാക്സ് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവരുടെ എബിലിറ്റി അനുസരിച്ച് കളക്ട് ചെയ്യും. ഇതാണ് മറ്റൊരു പോസിറ്റീവായിട്ട് പറയാം. മറ്റൊരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. Then canon of coordination. There should be proper coordination between different agencies, tax collecting agencies or central state or whatever may be. And also different coordination between different tax rates or etc. അപ്പം ഒരു കളക്ടിങ് ഏജൻസീസ് തമ്മിൽ കൃത്യം അല്ലെങ്കിൽ ഒരു ടാക്സ് ഇമ്പോസിങ് ഏജൻസീസ് തമ്മിൽ ഒരു ധാരണയുണ്ടായിരിക്കും. Then canon of flexibility. Should not be rigid. Should be flexible, just like you have stated in the case of elasticity. Should be quickly adjustable. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റുവാൻ പറ്റുന്നതാണ്. പെട്ടെന്നൊരു എന്താ പറയാ, പെട്ടെന്നൊരു ഇപ്പം നമുക്കറിയാം ഒരിക്കൽ കൊറോണ സിറ്റുവേഷൻ നമുക്ക് ഒരുപാട് ടാക്സ് എക്സംഷൻസ് ഒക്കെ ഗവൺമെന്റ് കൊടുക്കും. ഇപ്പം ബസ് ഓപ്പറേറ്റേഴ്സിന് കുറച്ച് ടാക്സ് എക്സംഷൻ, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സിന്, അല്ലെങ്കിൽ ഓരോ കമ്പനികൾക്ക് ഉള്ള ടാക്സ് എക്സംഷൻ, ഇതൊക്കെ ഒരുപാട് ഗവൺമെന്റ് ഇങ്ങനെയുള്ള എക്സംഷൻസ് കൊടുക്കും. സോ ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. ദെൻ ന്യൂട്രാലിറ്റി.
tax should not produce any adverse effect in the economy. ഒരിക്കലും ഒരു അൺപ്രൊഡക്റ്റീവ് ആകില്ല. ടാക്സ് എപ്പോഴും ഒരു പ്രൊഡക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അഡ്വേഴ്സ് ഇമ്പാക്ട് ഒരിക്കലും ന്യൂട്രൽ ആയിട്ടുള്ള ടാക്സ്. So these are the various canons or basic principles of taxation.